മദ്യത്തിലൂടെയും ലോട്ടറിയിലൂടെയും വരുമാനമുണ്ടാക്കാനല്ല സർക്കാർ ശ്രമിക്കേണ്ടതെന്നും നികുതി കുടിശ്ശിക പിരിച്ചെടുത്താണ് വരുമാനം കണ്ടെത്തേണ്ടതെന്നും ബെസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ അഭിപ്രായപ്പെട്ടു. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല സ്ഥാപിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് ക്രൈസ്തവ കൂട്ടായ്മയായ അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റി സർവീസസ് ആക്ട്സ് നടത്തിയ എലപ്പുള്ളി പോരാട്ടം ജനകീയ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് നികുതി കുടിശ്ശിക ഏകദേശം 28,000 കോടി രൂപയാണ്. ഇത് പിരിച്ചെടുത്ത് വരുമാനമുണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. സംസ്ഥാനത്ത് ഇപ്പോഴുള്ള അക്രമ സംഭവങ്ങൾ ലഹരി വസ്തുക്കളുടെയും മദ്യത്തിന്റെയും പ്രതിഫലനമാണ്. സമൂഹത്തിലെ വിപത്തിനു പ്രധാന കാരണക്കാരനായി ലഹരിയും മദ്യവും മാറുകയാണ്. കേരളത്തിനെ മദ്യവിമുക്തമാക്കാൻ നിയമവ്യവസ്ഥ പരിഷ്കരിക്കണം. അറേബ്യൻ രാജ്യങ്ങളെയാണ് ഇക്കാര്യത്തിൽ മാതൃകയാക്കേണ്ടത്. എലപ്പുള്ളിയിൽ സർക്കാർ പ്രഖ്യാപിച്ച മദ്യനിർമ്മാണശാലയ്ക്കെതിരെ ജനകീയ സമരം വേണമെന്നും ഇതിനായി കക്ഷി രാഷ്ട്രീയം മറന്ന് എല്ലാ സംഘടനകളും ഒന്നിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. KPCC മുൻ അധ്യക്ഷൻ VM സുധീരൻ അധ്യക്ഷനായി. വനിതാ പ്രതിഭകളായ കർഷകശ്രീ അവാർഡ് ജേതാവ് P ഭുവനേശ്വരി, പഞ്ചായത്ത് അധ്യക്ഷ K രേവതി ബാബു, സ്ഥിരം സമിതി അധ്യക്ഷ KV പുണ്യകുമാരി, മെമ്പർ C അനിത എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. UTV ന്യൂസ് പാലക്കാട്.